Hello everyone, I am Ali Varghese, an expert trader and chief instructor for Torque School of Automotive. നമ്മുടെ ഇന്നത്തെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ചെറിയ കുട്ടികൾക്ക് ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കുന്ന പേരൻസിന് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജാണ്. ഇതൊരു അവെയർനെസ് വീഡിയോ ആണ്. എനിക്കറിയാം കുറേ പേരൻസ് ഇപ്പോൾ സൈക്കിൾസ് ഒന്നും വാങ്ങിച്ചു കൊടുക്കാതെ കുട്ടികൾക്ക് ഡയറക്റ്റായിട്ട് ലൈസൻസ് ഇല്ലാത്ത ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വാങ്ങിച്ചു കൊടുക്കുന്നവർ കാണുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ വളരെ വിഷമമാണ് ചില സമയത്ത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വേണം. ഇപ്പോൾ നടക്കുന്ന പ്രായത്തിൽ നടക്കുക, സൈക്കിൾ ചവിട്ടുന്ന പ്രായത്തിൽ സൈക്കിൾ ചവിട്ടുക എന്നൊക്കെ പറയുന്ന പോലെ ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒറ്റയടിക്ക് ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് അത്രയും ഒരു നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലതരത്തിലുള്ള അപകടകരമായിട്ടുള്ള രീതിയിൽ യാത്ര ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ലൈസൻസ് വേണ്ട, ഹെൽമെറ്റ് വേണ്ട, അതുപോലെ തന്നെ റൂൾസ് ഒന്നും നോക്കണ്ട എന്നുള്ള ഒരു കാര്യം അവരുടെ മൈൻഡിൽ ഏറ്റവും ആദ്യം തന്നെ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു സ്കൂട്ടർ എന്ന് പറയുന്നത് ഒരു ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഇതൊക്കെയാണ് അവരുടെ മൈൻഡിൽ വരുന്നത്. പിന്നീട് അത് വേണമെന്നുണ്ടെങ്കിൽ ഭാവിയിലും അതുപോലുള്ള ഒരു മൈൻഡ് സെറ്റ് വരാനായിട്ട് ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പോലീസിനെ കണ്ടാലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പേടി എന്ന് പറയുന്ന ഒരു കാര്യം, ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ഭവിഷ്യത്തുകൾ, അതിൻ്റെ സേഫ്റ്റി അവയർനെസ് കാര്യങ്ങൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്തതായിട്ട് വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 പേര് വെച്ച് പോകുന്നു, 4 പേര് വെച്ച് പോകുന്നു, വളരെ റിസ്ക് ആയിട്ട് ഓവർടേക്ക് ചെയ്യാൻ നോക്കുന്നു. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ ഇല്ല. ആ ഒരു എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ ബൈക്ക് ഓടിക്കുക അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിക്കുക എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സേഫർ ആയിട്ടുള്ള ഒരു മാനർ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇനി അടുത്തൊരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈസൻസ് ഇല്ലാത്ത മോഡലാണെങ്കിൽ പോലും ചില കമ്പനികൾ ഇല്ലീഗലായിട്ട് അതിന് സ്പീഡ് കൂട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അതുവഴി സ്പീഡ് കൂട്ടിയിട്ട് കുട്ടികൾ ഈ പറയുന്ന ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നു. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതിൽ കൂടുതൽ ഞാൻ നോക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ബെനിഫിറ്റ്. ഒരു സൈക്കിൾ ചവിട്ടുമ്പോൾ ഒരു കുട്ടിക്ക് കിട്ടേണ്ട ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തുന്നുണ്ട്. ചില പേരൻസ് എല്ലാം വളരെ സന്തോഷത്തോടെയും വളരെ അഭിമാനത്തോടുകൂടിയാണ് പറയുന്നത്, എൻ്റെ മോനെ ഇലക്ട്രിക് സ്കൂട്ടറാണ് അവൻ ഓടിക്കുന്ന, ലൈസൻസ് ഇല്ലാത്തത്. ചിലവർ പറയുന്ന രീതി എന്ന് പറയുന്നത് അങ്ങനെയല്ല, എൻ്റെ മോന് സ്കൂട്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ വരെ ഞാൻ പറയുന്നതായിട്ട് കേട്ടു. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിച്ച് കൊടുക്കാതിരിക്കുകയാണ് ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം. ആ ഒരു സൈക്കിൾ ചവിട്ടുന്ന പ്രായത്തിൽ നല്ലപോലെ സൈക്കിൾ ചവിട്ടട്ടെ, ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ. അതുപോലെ തന്നെ ഈ പറയുന്ന റൈഡിങ് ഗിയേഴ്സിൻ്റെയും പോലീസിൻ്റെയും സേഫ്റ്റി അവയർനെസ്സിൻ്റെയും കാര്യത്തിലൊക്കെ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന ഒരു ജനറേഷനായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് പറയാനാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ചാ.